നോയിഡ കൂട്ടബലാത്സംഗവും കൊലപാതകവും ബീഫിന്റെ പേരിൽ. ബീഫ് കഴിച്ചിരുന്നോ എന്ന് പ്രതികൾ ചോദിച്ചതായി ആക്രമണത്തിന് ഇരയായ സംഘത്തിലെ പുരുഷന്റെ മൊഴി. നിങ്ങളെ പാഠം പഠിപ്പിക്കുമെന്ന് ആക്രോശിച്ചുകൊണ്ടായിരുന്നു ആക്രമണമെന്നും മൊഴി. മൊഴിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം തുടങ്ങി. വിവരങ്ങളുമായി എം സന്തോഷ് ചേരുന്നുണ്ട്. സന്തോഷ്, വളരെ സുപ്രധാനമായ ഒരു വിഷയമാണിത്. ആദ്യഘട്ടത്തിൽ ഇങ്ങനെ ഒരു മൊഴി ഇല്ലായിരുന്നുവെങ്കിലും ഇപ്പോഴാണ് ഇതുമായി ബന്ധപ്പെട്ടൊരു വെളിപ്പെടുത്തൽ കൂടി വരുന്നത്. ബീഫിന്റെ പേരിലായിരുന്നു ഈ രണ്ട് സംഭവങ്ങളും നടന്നത് എന്ന്. അതിലേക്ക് എത്തിക്കുന്ന മൊഴി എങ്ങനെയാണ്? വിശദാംശങ്ങൾ എങ്ങനെയാണ്? സൗമ്യ, ഇക്കഴിഞ്ഞ ഞായറാഴ്ചയാണ് രാജ്യത്തെ തന്നെ നടുക്കിയ സംഭവം ഗ്രേറ്റർ നോയിഡയിൽ ഉണ്ടായത്. യമുന എക്സ്പ്രസ് വേയിലൂടെ സഞ്ചരിക്കുകയായിരുന്ന 8 അംഗ കുടുംബത്തെ, കാറിൽ സഞ്ചരിക്കുകയായിരുന്ന കുടുംബത്തെ 6 അംഗങ്ങൾ ഉൾപ്പെടുന്ന അക്രമകാരികൾ വാഹനം തടഞ്ഞു നിർത്തി ആക്രമിക്കുകയായിരുന്നു. ഇതിൽ ഈ വാഹനത്തിലുണ്ടായിരുന്ന 4 സ്ത്രീകളെ സമീപത്തുള്ള വയലിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോയി ക്രൂരമായി ബലാത്സംഗം ചെയ്യുകയും കുടുംബനാഥനെ എതിർക്കാൻ ശ്രമിച്ച കുടുംബനാഥനെ വെടിവെച്ച് കൊലപ്പെടുത്തുകയും ചെയ്ത സംഭവം രാജ്യത്തെ തന്നെ ഞെട്ടിച്ചിരുന്നു. അതിലിപ്പോൾ പോലീസ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയാണ് വളരെ സുപ്രധാനമായ ഒരു വെളിപ്പെടുത്തൽ ഈ കാറിൽ ഉണ്ടായിരുന്ന ഒരാളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കുടുംബനാഥന്റെ ഭാര്യ സഹോദരനാണ് പുതിയ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. ഈ അക്രമകാരികൾ കാറ് തടഞ്ഞു നിർത്തിയ ഉടനെ ചോദിച്ച ചോദ്യങ്ങൾ, ആദ്യം ചോദിച്ചത് നിങ്ങൾ മുസ്ലിം അല്ലേ എന്നുള്ള ചോദ്യമാണ് ചോദിച്ചത്. പിന്നീട് നിങ്ങൾ ബീഫ് കഴിച്ചിട്ടുണ്ടോ എന്നുള്ള ചോദ്യം ചോദിച്ചു. ഇതിന് രണ്ടും ബീഫ് കഴിച്ചിട്ടില്ല എന്നുള്ള മറുപടി നൽകുകയും ചെയ്തു. മറുപടി നൽകിയതിന് ശേഷം നിങ്ങളെ ഒരു പാഠം പഠിപ്പിക്കും എന്ന് ആക്രോശിച്ചുകൊണ്ടായിരുന്നു ഈ സംഘത്തിലുള്ള കുടുംബാംഗങ്ങളെ വലിച്ചിഴച്ചുകൊണ്ട് വയലിലൂടെ കൊണ്ടുപോവുകയും ബലാത്സംഗം ചെയ്യുകയും ചെയ്തത് എന്നാണ് ഇപ്പോൾ ഈ കുടുംബത്തിൽ ഉണ്ടായിരുന്ന ഒരാളുടെ വെളിപ്പെടുത്തൽ പുറത്തു വന്നിരിക്കുന്നത്. എന്നാൽ ഈ FIR രജിസ്റ്റർ ചെയ്ത സമയത്ത് ഈ കാര്യം രേഖപ്പെടുത്തിയിരുന്നില്ല, പറഞ്ഞിരുന്നില്ല. ഈ കാര്യം ചോദിച്ചപ്പോൾ വ്യക്തമാക്കിയ കാര്യം, ഇയാൾ പറഞ്ഞ കാര്യം, ആ സമയത്ത് വലിയ രീതിയിലുള്ള മാനസിക സമ്മർദ്ദത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ പെട്ടെന്ന് ഓർമ്മ വന്നില്ല. അതുകൊണ്ടാണ് അത് FIR ആദ്യഘട്ടത്തിൽ മൊഴിയെടുക്കുന്ന സമയത്ത് പറയാതിരിക്കുകയും പിന്നീട് ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തുകയും ചെയ്തത് എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും വളരെ നിർണായകമായ സുപ്രധാനമായ ഒരു മൊഴിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നോയിഡയിലെ ജവഹർ പോലീസ് അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. ഇയാളിൽ നിന്നും കൂടുതൽ മൊഴിയെടുക്കും എന്നാണ് ഇപ്പോൾ പോലീസ് അറിയിച്ചിട്ടുള്ളത്. ഏതായാലും ഉത്തർപ്രദേശിൽ തന്നെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ, ഈ ഒരു മൊഴിയുടെ ഇത്തരത്തിലുള്ള ഒരു മൊഴി പുറത്തു വരുമ്പോൾ നേരത്തെ ഉണ്ടായ സമാന സംഭവങ്ങൾ, ഉത്തർപ്രദേശിലുണ്ടായ സമാന സംഭവങ്ങൾ കൂടി പരിശോധിക്കേണ്ടതുണ്ട്. രാജ്യത്തെ തന്നെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ബീഫിന്റെ പേരിലുള്ള കൊലപാതകം നടന്നത് ഉത്തർപ്രദേശിലെ ദാദ്രി എന്ന് പറയുന്ന പ്രദേശത്താണ്. ഇതിന് വളരെ അടുത്ത് കിടക്കുന്ന പ്രദേശമാണ് ഇപ്പോൾ ഈ സ്ത്രീകൾക്കും കുടുംബത്തിന് നേരെ ആക്രമണം ഉണ്ടായ ബുലന്ദ് ഷാഗർ എന്ന് പറയുന്ന ഈ മേഖല. ഈ മേഖലയിൽ ഇപ്പോൾ ഈ മൊഴി പുറത്തു വന്ന സാഹചര്യത്തിൽ ഏറെ നിർണായകമായ ചർച്ചകളിലേക്ക് തന്നെ ഇത് വഴിതെളിക്കും. പ്രത്യേകിച്ചും ഈ ഹൈവേ കേന്ദ്രീകരിച്ചുകൊണ്ട് നോയിഡ മേഖലയിലെ യമുന എക്സ്പ്രസ് വേ കേന്ദ്രീകരിച്ചുകൊണ്ട് നേരത്തെയും ഇതുപോലെ ആക്രമണങ്ങൾ ഉണ്ടായിരുന്നു. ഈ എക്സ്പ്രസ് വേയിലൂടെ കാറിൽ സഞ്ചരിക്കുകയായിരുന്ന ഒരു കുടുംബത്തെ നേരത്തെയും തടഞ്ഞു നിർത്തി ഈ കാറിൽ ഉണ്ടായിരുന്ന സ്ത്രീയെയും 13 വയസ്സ് പ്രായമുള്ള മകളെയും ചെയ്തിരുന്നു. ഇതിന്റെ പേരിൽ 16 പേരെ പോലീസ് പിടികൂടുകയും ചെയ്തു. ഇത്തരത്തിൽ തുടർച്ചയായ സംഭവങ്ങൾ ഈ മേഖലയിൽ ഉണ്ടാകുന്നു. അതിനിടെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ഒരു സംഭവത്തിന്റെ ഭാഗമായി ഇത്തരത്തിലുള്ള വളരെ നിർണായകമായ ഒരു വെളിപ്പെടുത്തൽ പുറത്തു വന്നിരിക്കുന്നത്. സൗമ്യ, ഒരുപക്ഷെ അവിടെയാണ് സന്തോഷ്. നമുക്കറിയാം ദാദ്രി സംഭവം, അതിനുശേഷം ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ, വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അവിടെ പ്രതികളെയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി നടന്നിട്ടുള്ള ശ്രമങ്ങളൊക്കെ തന്നെ നമുക്കറിയാം. ഒരുപക്ഷെ അതേ പ്രദേശത്ത് തന്നെ, വളരെ അടുത്ത ഈ ഒരു പ്രദേശത്ത് തന്നെ സമാനമായ രീതിയിൽ ഒരു സംഭവം നടക്കുന്നു എന്ന് പറയുമ്പോഴാണ് ഇത്തരം സംഭവങ്ങളിൽ, അല്ലെങ്കിൽ ഇത്തരം കുറ്റവാളികളുടെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നതിലെ അവരുടെ ഒരു മെന്റാലിറ്റി കൂടി ഒരുപക്ഷെ ചർച്ച ചെയ്യപ്പെടേണ്ടത്. ഇത്തരത്തിൽ ഉള്ള സംഭവങ്ങൾ ആവർത്തിക്കാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങുന്നു, അല്ലെങ്കിൽ അത്തരം ഒരു സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നു എന്ന ഭീതിജനകമായ ഒരു അവസ്ഥയാണോ? സൗമ്യ, ഇതിൽ ഏറ്റവും സുപ്രധാനമായി കാണേണ്ട ഒരു വിഷയം, ഇപ്പോൾ ഈ ആക്രമണത്തിന് ഇരയായ ആൾ നൽകിയിരിക്കുന്ന മൊഴി ശരിയാണെങ്കിൽ, പോലീസ് അന്വേഷണത്തിൽ അല്ലെങ്കിൽ ഈ മൊഴി ശരിയാണ് എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ഈ ഉത്തർപ്രദേശിലുണ്ടായ അക്രമ സംഭവങ്ങളുടെ എല്ലാം ചിത്രം മറ്റൊരു തലത്തിലേക്ക് മാറുന്നു എന്നാണ് അതിൽ നിന്നും വിലയിരുത്തേണ്ടത്. കാരണം ഈ ബീഫിന്റെ പേരിൽ ഗോരക്ഷാ സേന നടത്തുന്ന ആക്രമണങ്ങൾ രാജ്യത്ത് വളരെ വ്യാപകമാണ്. ഈ ഒരു വിഷയത്തിൽ തന്നെയാണോ ഈ ആക്രമണം നടന്നത്? അതായത് ഉത്തർപ്രദേശിൽ സ്ത്രീകൾ ബലാത്സംഗത്തിന് ഇരയാകുന്നത് എന്നുള്ള വാർത്ത, ഇയാളുടെ മൊഴി
ശരിയാണെങ്കിൽ വളരെ സുപ്രധാനമായ ഒരു അല്ലെങ്കിൽ ഏറെ സന്തോഷ്, ചർച്ച ഞാൻ തിരികെ ചെയ്യാവുന്ന എത്താം. ശ്രീ എ സമ്പത്ത് MP നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ സമ്പത്ത്, വളരെ ഞെട്ടലോടുകൂടി രാജ്യം കേട്ടൊരു വാർത്തയാണ് നോയിഡയിലെ ഈ ഒരു ബലാത്സംഗവും ഒപ്പം തന്നെ കൊലപാതകവും. അവിടെയാണ് വളരെ നിർണായകമായ ഒരു മൊഴി ആ സംഘത്തിലുണ്ടായിരുന്ന ഒരാൾ നൽകിയിരിക്കുന്നത്. അതായത് ആദ്യം തന്നെ തങ്ങളോട് ചോദിച്ചു, നിങ്ങൾ മുസ്ലിങ്ങളാണോ എന്ന്. തങ്ങൾ തലയാട്ടി. അതിനുശേഷം നിങ്ങൾ ബീഫ് കഴിച്ചോ എന്ന് ചോദിച്ചതിന് ഇല്ല എന്ന് മറുപടി പറഞ്ഞെങ്കിലും നിങ്ങളെ ഒരു പാഠം പഠിപ്പിക്കുമെന്ന് പറഞ്ഞാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്തത് എന്നൊക്കെ പറയുമ്പോൾ ഒരുപക്ഷെ ഈ ഒരു സംഭവത്തിന്റെ വ്യാപ്തി മറ്റൊരു തലത്തിലേക്ക് കടക്കുകയല്ലേ? നമ്മൾ രാജ്യത്ത് അപ്രഖ്യാപിതമായ വർഗീയ അടിയന്തരാവസ്ഥയിലേക്ക് പ്രവേശിക്കുകയാണ് എന്നതാണ് നിർഭാഗ്യകരമായ സംഭവം. അഥവാ നാം പ്രവേശിച്ചു കഴിഞ്ഞു എന്നതാണ് നിർഭാഗ്യകരമായ വസ്തുത. മുഹമ്മദ് അഖ്ലാഖിന്റെ വധത്തെ സംബന്ധിച്ച് നമ്മളെല്ലാവരും അറിഞ്ഞ് അതിൽ ദുഃഖം നമുക്കെല്ലാവർക്കും ഉണ്ടായതാണ്. കാരണം മരണപ്പെട്ട ആ മനുഷ്യന്റെ പുത്രൻ ഈ രാജ്യത്തെ 120 കോടി ജനങ്ങളുടെ തലയ്ക്ക് മീതെയുള്ള ആകാശത്തിന് കാവലിരുന്നവനാണ്. ഞാൻ പറയുന്നത് ഇന്ത്യൻ എയർഫോഴ്സിലെ സൈനികനായിരുന്ന ഒരാളുടെ, ഇപ്പോഴും സൈനികനായിട്ടുള്ള ഒരു മനുഷ്യന്റെ, ചെറുപ്പക്കാരന്റെ പിതാവിനെ അടിച്ചു കൊന്നത്. അടിച്ചു കൊല്ലുമ്പോ ചോദ്യം എന്നത് വീട്ടിൽ നിങ്ങൾ ഗോമാംസം സൂക്ഷിച്ചിട്ടുണ്ടോ എന്നതാണ്. അപ്പോൾ എന്താണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളതിന്റെ ഒരു പ്രതിഫലനം മാത്രമാണിത്. നമ്മുടെ ചില ചങ്ങാതിമാർ പറയുമായിരിക്കും, ഇതെല്ലാം ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് എന്ന്. ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് എന്ന് പറയുന്നുവെങ്കിൽ രാജ്യത്ത് ഈ അച്ഛദിൻ ആരഹേ എന്നൊക്കെ ഇങ്ങനെ മുദ്രാവാക്യങ്ങൾ മുഴക്കുന്ന 3 വർഷത്തിന് മുമ്പുള്ള കാലത്ത്, ഒരു പക്ഷേ ഒരു 10 കൊല്ലത്തിന് മുമ്പ്, അതല്ല ഒരു 25 കൊല്ലത്തിന് മുമ്പ് എന്തേ ഇത്തരത്തിലുള്ള സംഭവങ്ങളൊന്നും ഈ രാജ്യത്ത് ഉണ്ടായില്ല. നിങ്ങൾ എന്ത് കഴിച്ചു എന്ന് ചോദിച്ചുകൊണ്ട് ആരും ആരെയും ആക്രമിച്ചില്ല. അപ്പോൾ ഇവിടെ ഇപ്പൊ നടക്കുന്നത് ഭക്ഷണത്തിന്റെ പേരിൽ പോലും ഫാസിസം കടന്നു വരികയാണ്. തീന്മേശയിലേക്ക് ഇപ്പോൾ സർജിക്കൽ സ്ട്രൈക്കിന്റെ, ഞാൻ ഇൻവേർട്ടഡ് കോമാസിൽ പറയുകയാണ്, അത്തരത്തിലുള്ള ആക്രമണം നടക്കുകയാണ്. ഇവിടെ ഈ എക്സ്പ്രസ് ഹൈവേയിൽ നടന്ന വിഷയം, UP നടന്നതായിട്ടുള്ള വിഷയം, അവിടെ ഈ ഹൈവേയിലെ കൊള്ള എന്നതൊരു പുതിയ സംഭവമല്ല എന്ന് പോലീസ് പറയുന്നു. അതേക്കാൾ വല്ലാതെ മോശപ്പെട്ടതായി തോന്നിയ ഒരു കാര്യം, ഈ പോലീസ് സ്റ്റേഷനിൽ നിന്ന് അധിക ദൂരെയൊന്നുമല്ല ഈ സംഭവം നടന്നത് എന്ന് പറയുന്നു. ഏതാണ്ട് 20 കിലോമീറ്റർ അപ്പുറത്ത് മാത്രമാണ് നടന്നത് എന്ന് പറയുന്നു. മണിക്കൂറുകൾ കഴിഞ്ഞാണ് പോലീസ് അവിടെ എത്തിയത് എന്നതാണ് എനിക്ക് ലഭിച്ചതായ വിവരം. ഞാൻ ഇന്നലെ ഡൽഹിയിൽ ഉണ്ടായ ആളുമാണ്. മായി പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, ഇക്കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനം ഏപ്രിൽ മാസം 11-ാം തീയതിയാണ് തീരുന്നത്. ഈ കഴിഞ്ഞ ഏപ്രിൽ മാസം 11-ാം തീയതി തീരുന്നതായിട്ടുള്ള പാർലമെന്റിന്റെ ബഡ്ജറ്റ് സമ്മേളന കാലയളവിൽ ഡൽഹിയിൽ വളരെ വിചിത്രമായ ഒരു പ്രകടനം നടക്കുകയുണ്ടായി. ആ പ്രകടനം വാസ്തവത്തിൽ ഗോസംരക്ഷണ സമിതി എന്ന പേരിലും അങ്ങനെ ചില പേരുകൾ ഇട്ടുകൊണ്ട് പശുവിന്റെ പണവുമെല്ലാം ഉയർത്തിപ്പിടിച്ച് ചില ആളുകൾ ആയുധങ്ങൾ സഹിതമാണ് വാഹനങ്ങളിൽ വന്ന് ഡൽഹിയിൽ അത്തരത്തിലൊരു പ്രകടനം നടത്തിയത്. അവർ അതിൽ വിളിച്ചിരുന്ന മുദ്രാവാക്യവും അവരുടെ ബാനറുകളെല്ലാം പുരുഷനല്ല വിളിക്കേണ്ടത്, ഞങ്ങളെ വിളിക്കുക. എവിടെങ്കിലും പശുവിനെ അറവ് ചെയ്താൽ അങ്ങനെ അറക്കുന്നു എങ്കിൽ ഞങ്ങൾ ഇടപെടും. പശുവിന്റെ ജീവൻ എന്നത് മനുഷ്യന്റെ ജീവനേക്കാൾ വിലപ്പെട്ടതാണ്, ഞങ്ങൾ അവിടെ ഇടപെടും. നിങ്ങൾ അങ്ങനെ ഏതെങ്കിലും ഒരു സംഭവം റിപ്പോർട്ട് ചെയ്താൽ അവിടെ അങ്ങനെ ഒരു പശുവിനെയോ കാളയോ പോത്തിനെയോ അറുത്തതായി വന്നാൽ അവരെ ഞങ്ങൾ അറുത്താൽ ആരും പരാതിപ്പെടേണ്ടതായിട്ടില്ല. ഇതൊക്കെയായിരുന്നു അവരുടെ മുദ്രാവാക്യങ്ങൾ, ഇതൊക്കെയായിരുന്നു അവരുടെ പ്ലക്കാർഡുകളിലും ബാനറുകളിലും ഉണ്ടായിരുന്നത്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ തികച്ചും ആധികാരികമായി തന്നെയാണ് ഞാനിപ്പോൾ പറയുന്നത്. ഇക്കാര്യങ്ങൾ ഡൽഹിയിലെ പോലീസിന്റെ അവരുടെ CCTV ദൃശ്യങ്ങളിലെല്ലാം ഇത് ഉണ്ടായിരുന്നതാണ്, റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. ഒരു കേസും എടുത്തിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിധത്തിലുള്ള ഒരു നടപടികളും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. കേന്ദ്ര ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലാണ്, കീഴിലാണ് ഡൽഹി പോലീസ് എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ഇവിടെ ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചതുപോലുള്ള ഒരു കാര്യമാണ് എങ്കിൽ, പ്രത്യേകിച്ചും ഈ ഒരു ആക്രമണവുമായി ബന്ധപ്പെട്ട് തന്നെ ഉള്ള കാര്യങ്ങളിൽ ഞാനൊരു സാമുദായിക നിറമൊന്നും കൊടുക്കാൻ ഞാൻ എന്തായാലും തയ്യാറല്ല. അത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ ഒരിക്കലും അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്ന കൂട്ടത്തിലാണ്. പക്ഷേ ഈ നടത്തിയ ആക്രമണം എന്നതും ഇവിടെ നടത്തിയ ഈ ബലാത്സംഗവും ഈ കൊലപാതകവുമെല്ലാം അതിന്റെ പിന്നിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ട് എന്നുള്ള സംശയം രാജ്യമെമ്പാടും ഉയരുകയാണ്. അതിനെ ലഘൂകരിച്ച് കാണിക്കാനും ഈ കാര്യങ്ങൾ ഒരുപക്ഷെ നടന്നിട്ടില്ല എന്നും നടന്നത് മറ്റെന്തെങ്കിലും പേരിലാണെന്നും ഒക്കെ വരുത്താനാണ് ശ്രമമെങ്കിൽ അത് വാസ്തവത്തിൽ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. വളരെ നന്ദി ശ്രീ സമ്പത്തി അവസരത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്. ഇപ്പോഴേതായാലും ബീഫ് വിഷയത്തിൽ ഇപ്പോഴുണ്ടായിട്ടുള്ള തീരുമാനത്തിൽ വലിയ പ്രതിഷേധം സംസ്ഥാനത്ത് ഉയരുന്നുണ്ട്. ഇതിന്റെ കൂടി പശ്ചാത്തലത്തിൽ ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് കത്തയക്കും. വിവരങ്ങളുമായി ജീവൻ ചേരുന്നുണ്ട്. ജീവൻ, ഇതുമായി ബന്ധപ്പെട്ട സംസ്ഥാനം എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ എങ്ങനെയാണ്?
എസ് ജീവനിലേക്ക് എത്താം. ഏതായാലും സംസ്ഥാനത്ത് ഉടനീളവും രാജ്യത്തുടനീളം തന്നെ ഈ ഒരു വിഷയത്തിൽ വലിയ പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനം ശക്തമായ ഒരു തീരുമാനം എടുക്കണമെന്നൊരു ആവശ്യവും കൂടിയുണ്ട്. അതിന്റെ കൂടെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് കത്തയക്കാൻ ഒരുങ്ങുകയാണ്. ഈ വിഷയത്തിലെ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് ഒരുപക്ഷെ സംസ്ഥാന സർക്കാരിന് ഇതിൽ കൂടുതൽ തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു സാധ്യതയും ഒക്കെ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇത്. ജീവൻ ചേർന്നുണ്ട് വിവരങ്ങളുമായി. ജീവൻ, ഈ വിഷയത്തിൽ എന്താണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ എടുത്തിട്ടുള്ള തീരുമാനം? സൗമ്യ, ഇന്ന് ഉച്ചയോടുകൂടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ കന്നുകാലി വിഷയത്തിൽ ഉള്ള സംസ്ഥാന സർക്കാരിന്റെ നിലപാട് അറിയിച്ചുകൊണ്ട് അദ്ദേഹം പ്രധാനമന്ത്രിക്ക് കത്തെഴുതും. രാജ്യത്ത് സംസ്ഥാനത്ത് കന്നുകാലി നിരോധനം അപ്രായോഗികമാണ് എന്ന് ചൂണ്ടിക്കാട്ടിയാവും മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്രത്തിന് ഈ കത്തെഴുതുക. പ്രധാനമന്ത്രിക്ക് അഡ്രസ് ചെയ്തുകൊണ്ടായിരിക്കും അദ്ദേഹത്തിന്റെ കത്ത് പോകുക. ഇന്നലെയാണ് രാജ്യവ്യാപകമായി കന്നുകാലി നിരോധനം നടപ്പിലാക്കിക്കൊണ്ടുള്ള ഉത്തരവ് കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ചത്. ഈ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ കത്ത് കൊടുക്കുന്നതിനായി, കേന്ദ്ര സർക്കാരിന് കത്ത് കൊടുക്കുന്നതിനായി തീരുമാനിച്ചിരിക്കുന്നതും. ഇന്ന് ഉച്ചയോടുകൂടിയാവും അദ്ദേഹം ഇത്തരത്തിൽ കത്തെഴുതുക. ജീവനാണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്തിന്റെ പ്രതിഷേധം അറിയിക്കാനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രിക്ക് കത്തയക്കും ബീഫ് നിരോധനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ. ഏതായാലും സംസ്ഥാനത്തിന്റെ പ്രതിഷേധം പൂർണ്ണമായും അറിയിച്ചുകൊണ്ടുള്ളൊരു നിലപാട് അറിയിച്ചുകൊണ്ടുള്ള തരത്തിലുള്ള ഒരു നീക്കത്തിനാണ് സംസ്ഥാനം തയ്യാറെടുക്കുന്നത്. പ്രത്യേകിച്ച് രാജ്യവ്യാപകമായി തന്നെ വലിയ രീതിയിൽ ഈ ഒരു തീരുമാനത്തിൽ പ്രതിഷേധം ഉയരുന്നുണ്ട്. സംസ്ഥാനത്ത് അത് ഒരുപക്ഷെ കൂടുതലായി തന്നെ പ്രതിഫലിക്കുന്നുണ്ട് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. നോയിഡ വിഷയത്തിലേക്ക് തന്നെ പോവുകയാണ്. കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഇത്തരത്തിലുള്ള ഒരു വലിയ രാജ്യത്തെ പോലും ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങൾ ഉണ്ടായത്. നോയിഡ കൂട്ടബലാത്സംഗവും കൊലപാതകവും അതും ബീഫിന്റെ പേരിലായിരുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഏറ്റവും പുതുതായി വരുന്നത്. ഈ സംഘത്തിലുണ്ടായിരുന്ന ഒരാളുടെ മൊഴിയാണ് ഇപ്പോൾ ഇതിന് ആധാരമായിരിക്കുന്നത്. അതായത് ആദ്യം തന്നെ ഇവർ മുസ്ലിം ആണോ എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ ആണ് എന്ന് പറഞ്ഞു. അതിനുശേഷമാണ് നിങ്ങൾ ബീഫ് കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചത്. അങ്ങനെ ചോദിച്ചുകൊണ്ട് ആക്രോശിച്ചുകൊണ്ടാണ് ഇത്രയും അക്രമ സംഭവങ്ങൾ അരങ്ങേറിയത് എന്ന വിഷയം കൂടി പുറത്തു വരുമ്പോൾ ഈ സംഭവവും ബീഫുമായി ബന്ധപ്പെടുത്തി തന്നെയാണ് എന്ന് വ്യക്തമാവുകയാണ്. എം സന്തോഷ് ഞങ്ങളുടെ റിപ്പോർട്ടിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. സന്തോഷ്, അവിടെയാണ് ഇപ്പം സമ്പത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പലപ്പോഴും ഇത്തരക്കാർക്ക് സഹായകരമായി പോലീസ് ഒക്കെ നിൽക്കുന്നു എന്നതിന്റെ സൂചനകൾ ഇവിടെയും കാണാം. അതാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. പോലീസ് സ്റ്റേഷൻ തൊട്ടടുത്താണെങ്കിലും മണിക്കൂറുകൾക്ക് ശേഷമാണ് അവരെത്തിയത്. ഇപ്പോൾ ദാദ്രി സംഭവം പോലും കൈകാര്യം ചെയ്യപ്പെട്ട വിഷയം നമുക്കറിയാം. ഇത്തരം സംഭവങ്ങളൊക്കെ പ്രത്യേകിച്ച് ഈ യമുന എക്സ്പ്രസ് വേയുമായി കേന്ദ്രീകരിച്ചൊക്കെ നടക്കുന്ന ഇത്തരം സംഭവങ്ങളുടെ ഒക്കെ തന്നെയും പിന്നിൽ എന്താണ് എന്ന് ഒരുപക്ഷെ സംശയിക്കേണ്ട ഒരു സാഹചര്യം കൂടിയല്ലേ? ഇത് തന്നെയാണോ വിഷയം എന്ന് സംശയിക്കേണ്ട ഒരു സാഹചര്യം കൂടിയല്ലേ ഇപ്പോൾ ഏറ്റവും പുതിയ ഒരു മൊഴി? സൗമ്യ, ഇത്തരത്തിൽ ഉത്തർപ്രദേശിൽ ഉണ്ടാകുന്ന സമാന സംഭവങ്ങളുടെ പോലീസ് ഇടപെടലും അന്വേഷണവും പരിശോധിച്ചു കഴിഞ്ഞാൽ പോലീസ് ഇടപെടൽ വളരെ മോശമാണ് എന്നുള്ള രീതിയിൽ തന്നെ കാര്യങ്ങൾ വിലയിരുത്താൻ കഴിയും. നിലവിൽ ഇപ്പോൾ വ്യാഴാഴ്ച ഈ സംഭവം ഉണ്ടായിട്ട് ഗ്രേറ്റർ നോയിഡയിലെ രാജ്യത്തെ നടുക്കിയ സംഭവത്തിൽ ഇതുവരെ കൃത്യമായ തെളിവുകൾ ശേഖരിക്കാനോ പ്രതികളെ അറസ്റ്റ് ചെയ്യാനോ പോലീസിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് വ്യക്തമാകുന്ന കാര്യം. അതേസമയം തന്നെ മെഡിക്കൽ പരിശോധനകൾ അനുസരിച്ച് പോലീസിന് ലഭിച്ച റിപ്പോർട്ടുകൾ, അതായത് ബലാത്സംഗം നടന്നിട്ടില്ല എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ സ്ഥാപിക്കാനുള്ള ശ്രമം നടക്കുന്നു എന്നുള്ള വിവരവും ലഭ്യമാണ്. ഈ ഒരു സാഹചര്യത്തിൽ യമുന എക്സ്പ്രസ് ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ കടന്നു പോകുന്ന ഈ ഒരു പ്രദേശം, ഈ തുടർച്ചയായി ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഈ മേഖലകളിൽ ഉണ്ടാകുമ്പോൾ പ്രതികൾക്ക് എങ്ങനെ സംരക്ഷണം ലഭിക്കുന്നു എന്നുള്ള കാര്യം പരിശോധിക്കപ്പെടേണ്ടത് തന്നെയാണ്. ഏത് രീതിയിലാണ് ഇത്തരത്തിൽ ഇപ്പോൾ ജവഹർ പോലീസ് സ്റ്റേഷൻ വളരെ അടുത്ത് കിടക്കുന്ന ഒരു പ്രദേശത്താണ് ആക്രമണം നടന്നിട്ടുള്ളത്. ഈ അക്രമ സംഭവം ഉണ്ടായിട്ടും പോലീസ് സംവിധാനങ്ങൾ കാര്യക്ഷമമായി പ്രവർത്തിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് വിമർശന വിധേയമായിക്കൊണ്ടിരിക്കുന്ന കാര്യം. അതുതന്നെയാണ് നേരത്തെ MP സൂചിപ്പിക്കുകയും ചെയ്ത കാര്യം. ഏത് തരത്തിലുള്ള അക്രമകാരികളായതുകൊണ്ടാണ് ഇവർക്ക് സംരക്ഷണം ലഭിക്കുന്നത് എന്നുള്ള കാര്യമാണ് പരിശോധിക്കപ്പെടേണ്ടത്. ഏതായാലും ഇപ്പോൾ ഈ സംഘത്തിലുണ്ടായിരുന്ന ഈ സംഘത്തിലുണ്ടായിരുന്ന ഇയാളുടെ മൊഴി സംബന്ധിച്ച്, ഇയാളുടെ പുതിയ വെളിപ്പെടുത്തൽ സംബന്ധിച്ചാണ് പോലീസ് അന്വേഷണം നടത്തുന്നത്. അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള അതായത് ബീഫ് കഴിച്ചതിൻ്റെ പേരിലാണോ, വളരെ കൃത്യമായ ആക്രമണമാണോ നടന്നത് എന്നുള്ളത് ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടില്ല. അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. എന്തായാലും ഈ പുറത്തു വന്നിരിക്കുന്ന വെളിപ്പെടുത്തൽ ഏറെ പ്രധാനപ്പെട്ടത് തന്നെ, സുപ്രധാനമായ ഒരു വെളിപ്പെടുത്തൽ തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. അക്രമകാരികൾ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ടാണ് ആക്രമണം നടത്തിയത് എന്നുള്ളതാണ് ഇതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്.
കാറിൽ നിന്ന് ഇറങ്ങിയ ഉടനെ തന്നെ അക്രമകാരികളിൽ ഒരാൾ ചോദിച്ചത് ബീഫ് കഴിച്ചിട്ടുണ്ടോ എന്നും മുസ്ലിം ആണോ എന്നുമുള്ള ചോദ്യമാണ് ചോദിച്ചത്. അതിനുശേഷം ബീഫ് കഴിച്ചിട്ടില്ല എന്ന മറുപടി നൽകുകയും ചെയ്തു. പിന്നീടാണ് ഇവരെ പാഠം പഠിപ്പിക്കുമെന്ന് ആക്രോശിച്ചുകൊണ്ട് വയലിലേക്ക് വലിച്ചു കൊണ്ടുപോവുകയും അവിടെ വെച്ച് കാറിലുണ്ടായിരുന്ന 4 സ്ത്രീകളെ മണിക്കൂറുകളോളം ബലാത്സംഗത്തിന് ഇരയാക്കുകയും ഇത് തടയാൻ ശ്രമിച്ച കുടുംബനാഥനെ വെടിവെച്ച് കൊലപ്പെടുത്തുകയും ചെയ്തത്. ഈ കാറിലുണ്ടായിരുന്ന ഈ കൊല്ലപ്പെട്ടയാളുടെ സഹോദരി ഭർത്താവാണ് ഇത്തരത്തിലുള്ള ഒരു വെളിപ്പെടുത്തൽ ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ഏതായാലും ഇതിന്റെ വിശ്വാസ്യത സംബന്ധിച്ചുള്ള അന്വേഷണത്തിലാണ് പോലീസ്. അത്തരത്തിലുള്ള സംഭവങ്ങൾ, അതായത് ഇതിന്റെ യാഥാർത്ഥ്യം തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ മറ്റൊരു മുഖം, അതായത് ഈ ആക്രമണ സംഭവങ്ങൾക്ക് ഉത്തർപ്രദേശിലുണ്ടാവുന്ന അക്രമ സംഭവങ്ങളുടെ പിന്നിലുള്ള യഥാർത്ഥ വസ്തുത എന്താണ് എന്നുള്ളത് എന്തായാലും പുറത്തു വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഏതായാലും ഉത്തർപ്രദേശിലെ ക്രമസമാധാന നിലയെ സംബന്ധിച്ച് വലിയ ചർച്ചകളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതിനിടെയാണ് ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ പുറത്തു വരുന്നത് എന്നുള്ള ഇത് ഏറെ ഗൗരവത്തോടുകൂടി കാണേണ്ടി വരും. പ്രത്യേകിച്ചും ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥ് സർക്കാർ അധികാരത്തിൽ ഏറിയതിനു ശേഷം ഗോസംരക്ഷണ സേന നടത്തുന്ന അക്രമങ്ങൾ ഏറെ വർദ്ധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ലവ് ജിഹാദ് തടയാൻ എന്നതിൻ്റെ പേരിൽ ആന്റി റോമിയോ സ്ക്വാഡ് എന്ന് പറയുന്ന പ്രത്യേക വിഭാഗം സംഘപരിവാർ സംഘടനകളുടെ യുവാക്കൾ സംഘടിച്ച് നടത്തുന്ന ആക്രമണങ്ങൾ ഏറെ വർദ്ധിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ക്രമസമാധാന പ്രശ്നങ്ങളെ സംബന്ധിച്ച ഹൈന്ദവ സംഘടനകൾ നടത്തുന്ന അക്രമ സംഭവങ്ങൾ സന്തോഷാണ് വിവരങ്ങൾ നൽകിയത്. നോയിഡ കൂട്ടബലാത്സംഗവും കൊലപാതകവും ബീഫ് വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെയായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന മൊഴിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കന്നുകാലികളെ കശാപ്പിനായി വിൽക്കുന്നത് നിരോധിച്ച കേന്ദ്ര സർക്കാർ ഉത്തരവ് സംസ്ഥാനത്ത് പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും. കർഷകർക്കും കച്ചവടക്കാരും ആശങ്കയിലാണ്. ചിക്കൻ, മട്ടൺ തുടങ്ങിയ മറ്റ് മാംസാഹാരങ്ങൾക്ക് വില കൂടും. വിവരങ്ങളുമായി സുനിൽ അരമാനൂർ ചേർന്നുണ്ട്. സുനിൽ, എങ്ങനെയാണ് അവരവരുടെ ആശങ്കകൾ പങ്കുവയ്ക്കുന്നത്? പ്രത്യേകിച്ച് കച്ചവടക്കാർ, നിരവധി ആളുകൾക്ക് തൊഴിൽ നഷ്ടമാകുന്ന അടക്കമുള്ള അവസ്ഥയുണ്ട്. ഒപ്പം തന്നെ ഇപ്പോഴത്തെ ഈ ഒരു ഉത്തരവിലെ ഒരു സുതാര്യത പ്രശ്നവും നിലനിൽക്കുന്നുണ്ട്. എങ്ങനെയാണ്? കേന്ദ്രത്തിന്റെ ഉത്തരവിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് സംസ്ഥാനത്തുടനീളം ഉയർന്നു വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ മേഖലയിൽ കന്നുകാലി കച്ചവടവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന, അതുപോലെ ഇറച്ചി കച്ചവടവുമായി ബന്ധപ്പെട്ട പ്രവർത്തിക്കുന്നവരുടെ മേഖലയിൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധി തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഇറച്ചി കച്ചവടത്തെ സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. ഏത് തരത്തിൽ മുന്നോട്ട് പോകണം എന്നറിയാതെ ആശങ്കയിലാണ് ഇറച്ചി വിൽപ്പനക്കാർ എല്ലാം നിൽക്കുന്നത്. അതുപോലെ തന്നെ കന്നുകാലി കച്ചവടം നടത്തുന്നവരും ഇത്തരത്തിലുള്ള വലിയ ആശങ്ക തന്നെയുണ്ട്. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു സ്ഥിതി, ഇപ്പോൾ ബീഫും അതുപോലെ തന്നെ പോത്ത്, പശു തുടങ്ങിയവയുടെ മാംസം വിൽപ്പന നടത്തുന്നതിനെതിരെ നടപടി സ്വീകരിക്കുന്ന തരത്തിലേക്ക് കേന്ദ്ര സർക്കാർ പോവുക എന്ന ഒരു സാഹചര്യത്തിൽ മറ്റ് ഇറച്ചി ഉൽപ്പന്നങ്ങൾക്ക് വില കൂടും. അതോടൊപ്പം തന്നെ മത്സ്യങ്ങൾക്ക് വലിയ രീതിയിലുള്ള വിലക്കയറ്റം ഉണ്ടാകും. കോഴി ഇറച്ചിക്കും മട്ടണും വലിയ രീതിയിൽ വിലക്കയറ്റം ഉണ്ടാകും. ഒപ്പം പച്ചക്കറിക്കും വില കൂടുന്ന ഒരു സാഹചര്യമാണ് സംസ്ഥാനത്ത് സംജാതമായിരിക്കുന്നത്. കാരണം ഇറച്ചി വിൽപ്പന നടത്തുന്നവർ എങ്ങനെ ഇനി മുന്നോട്ട് പോകുമെന്നുള്ളൊരു ആശങ്കയുണ്ട്. കാരണം ഈ മേഖലയുമായി ബന്ധപ്പെട്ട് നിരവധി ആൾക്കാരാണ് തൊഴിൽ ചെയ്യുന്നത്. കന്നുകാലി കച്ചവടവുമായി ബന്ധപ്പെട്ടും ഇറച്ചി സ്റ്റാളുകൾ നടത്തുന്നതുമായി ബന്ധപ്പെട്ടും ഇത്തരത്തിൽ തൊഴിലാളികൾ ഒട്ടേറെ ഈ മേഖലയിൽ പണിയെടുക്കുന്നുണ്ട്. തുകൽ വ്യവസായവുമായി ബന്ധപ്പെട്ടും ഒരുപാട് ആളുകൾ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവരുടെ ജീവന ഉപാധിയാണ് ഇല്ലാതാകുന്നത് എന്നുള്ളത് സംബന്ധിച്ചാണ് ഈ ഒരു വിഷയം തന്നെ ഗൗരവമായി തന്നെ സംസ്ഥാന സർക്കാരും എടുത്തിരിക്കുന്നു. ഇതിന്റെ ഭാഗമായി തന്നെ സംസ്ഥാനത്തുണ്ടായിരിക്കുന്ന പ്രതിഷേധവും ആശങ്കയും പ്രതിസന്ധിയും ഒക്കെ കേന്ദ്രത്തിനെ അറിയിക്കാൻ പ്രധാനമന്ത്രിക്ക് കത്തെഴുതാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇത് തന്നെ വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ മലപ്പുറത്ത് നിന്നും KT സ്വാലിഹ് കൂടി ചേർന്നുണ്ട്. സ്വാലിഹ്, പ്രത്യേകിച്ച് നോമ്പുകാലമായ ഇനിയിപ്പോൾ അത്തരത്തിലുള്ളൊരു വലിയ ആശങ്ക ഈ ഒരു പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടൊക്കെ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ഒരു സാഹചര്യം എങ്ങനെയാണ്? സൗമ്യ, കന്നുകാലി കടത്തുന്നതും അറവിന് വേണ്ടി വിൽക്കുന്നതും നിരോധിച്ചുകൊണ്ടുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ഉത്തരവ് വലിയ തരത്തിൽ ഒരു ആശങ്ക ഇറച്ചി വിപണിയിൽ ഉണ്ടാക്കിയിരിക്കുന്നു. ഇന്ന് മാംസം ലഭ്യമാവുമോ എന്ന് വരെ സംശയിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യം രാവിലെ ഉണ്ടായിരുന്നു. ഇന്ന് റംസാൻ 1 പ്രത്യേകിച്ച് മലബാറിലെല്ലാം മാംസാഹാരവും മറ്റും വളരെ പ്രാധാന്യമുള്ള ദിവസങ്ങൾ കൂടിയാണ്. അതുകൊണ്ട് തന്നെ രാവിലെ മുതൽ നമുക്ക് കാണാം, മാർക്കറ്റിലെല്ലാം വലിയ തിരക്ക് രാവിലെ മുതൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇന്ന് ബീഫ് നിരോധിക്കുന്നതിനെതിരെ വലിയ പ്രതിഷേധം ഓരോ ആളുകൾ പങ്കുവെക്കുന്നുണ്ട്. സ്വാഭാവികമായും നോമ്പുകാലത്ത് നേരത്തെ കൊണ്ടുവന്ന് നിർത്തിയ കാലികൾ മാത്രമാണ് അവശേഷിച്ചിട്ടുണ്ടാവുക. ഇത് അടുത്ത ദിവസങ്ങളിൽ തന്നെ ബീഫ് ഇല്ലാതാവുന്ന ഒരു സാഹചര്യം വരുത്തിവെക്കുമെന്ന ഒരാശങ്ക നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, വലിയ ഇറച്ചി വിപണിയിൽ ഈ നമുക്ക് ഇതുമായുള്ള ഒരു പ്രതികരണങ്ങളിലേക്ക് പോകാം. ഇപ്പോൾ ഈ കന്നുകാലി കടത്ത് നിരോധിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ഉത്തരവ് വന്നിരിക്കുന്നു. ഇത് ഈ വിപണിയെ തന്നെ
തകർക്കുന്ന തരത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. എങ്ങനെയാണ് നിങ്ങളൊക്കെ ഇതിനെ നോക്കിക്കൊണ്ടിരുന്നത്? ഇത് പിന്നെ ഒരു നിലക്കും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു സംഭവമായിട്ടില്ല. കാരണം ലക്ഷക്കണക്കിന് ആൾക്കാർ തൊഴിലെടുക്കുന്നുണ്ട് ഇന്ത്യയിലൊട്ടാകെ. ഇവിടെ ഇപ്പം ഇങ്ങനെ നോക്കുമ്പോൾ 2-3 ആൾക്കാർ പണിയെടുക്കേണ്ടതായിട്ട് തോന്നണ്ട. കാരണം ഇന്ത്യയിലൊട്ടാകെ അവിടുന്ന് ചെയിനായിട്ട് വരുന്ന ഒരു സംഭവമാണ്. പിന്നെ മലപ്പുറത്തിനെ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ പോത്തിറച്ചി, ഫുട്ബോൾ ഇതൊക്കെ എന്നൊരു സ്പിരിറ്റാണ്. അത് വിട്ടുകാനുള്ളൊരു കളി എന്തായാലും ഉണ്ടാവില്ല. അത് എന്ത് വില കൊടുത്തും ഇവിടെ നടത്തി കൊണ്ടുതന്നെ ചെയ്യും. ബീഫ് കിട്ടാത്തൊരു സാഹചര്യം, പ്രത്യേകിച്ച് നോമ്പൊക്കെയാണ്. നോമ്പിനുള്ള വിഭവങ്ങൾ എന്തുണ്ടാക്കുകയാണെങ്കിലും, പപ്സ് ആണെങ്കിലും കട്ട്ലറ്റ് ആണെങ്കിലും അതിനൊക്കെ ഈ ബീഫ് അത്യാവശ്യമാണ്. ഇതില്ലാത്തൊരു സാഹചര്യം വന്നാൽ എന്താണ് പകരം ഒരു സംവിധാനം ഉള്ളത്? അത് എന്ത് വില കൊടുത്ത് നിലനിർത്തുന്നുള്ളത് തന്നെയാണ് പിന്നെ പൊതുവായിട്ടുള്ള ആൾക്കാരുടെ അഭിപ്രായം. അതിപ്പോൾ ജനങ്ങളെ മൊത്തത്തിലുള്ള ഇന്നലത്തെ എല്ലാവരും അഭിപ്രായങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ചയിൽ വരുന്നത് തന്നെ അതൊരിക്കലും അനുവദിക്കില്ല എന്നുള്ളത് തന്നെയാണ്. എന്ത് വില കൊടുത്തും അതിനെ എതിർക്കും എന്നുള്ളത് തന്നെയാണ്. കോഴിയിറച്ചിക്കും വലിയ തോതിൽ വില ഇപ്പോൾ തന്നെ ഉയർന്നിട്ടുണ്ട്. 210 രൂപയ്ക്ക് നിങ്ങൾ വിൽക്കുന്നു. കോട്ടക്കലൊക്കെ പോയാൽ 230 രൂപ വരെയൊക്കെ വില ഉയർന്നിട്ടുണ്ട്. ഇത് ഈ ഒരു ബീഫ് നിരോധനത്തിൻ്റെ കൂടെ മുന്നിൽ കണ്ടുകൊണ്ട് ഉണ്ടായതാണോ, അതോ എന്താണ് ഇത്ര 6 വർഷത്തിനിടെ ഇത്രയും ഉയർന്ന ഒരു കോഴിയിറച്ചിക്കും ഇത്ര ഉയർന്ന ഒരു വില ഇപ്പോൾ തന്നെ ഉണ്ടായിരിക്കുന്നു? നോമ്പ് തുടങ്ങിയതേ ഉള്ളൂ. ചിക്കൻ്റെ വിലനെ സംബന്ധിച്ച് പറയുകയാണെന്ന് വെച്ചാൽ ചിക്കൻ എന്താ വെച്ചാൽ ഈ ജലക്ഷാമ രൂക്ഷമായതിന് പാലക്കാട് ഭാഗത്താണ് കേരളത്തിൽ കൂടുതൽ ഫാമുള്ളത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ജലക്ഷാമം ഉള്ളതും പാലക്കാടാണ്. അപ്പോൾ ഒരു 60% ഫാമുകളും ബ്ലോക്കായി കിടക്കുകയാണ്. അപ്പോൾ അതിപ്പോൾ ഏതായാലും ഒരു മാസത്തിൻ്റെ ഉള്ളിലായിട്ട് അത് ശരിയാവും. അതായത് ബീഫ് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബീഫും ചിക്കനും മട്ടനൊക്കെ ഭയങ്കര ഇതായിട്ട് ബാധിക്കും. സൗമ്യ, തീർച്ചയായും മാംസാഹാരം സാധാരണക്കാർക്ക് പൊള്ളുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അത് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്തുടനീളം ഈ ഒരു ആശങ്ക തന്നെയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ ആഞ്ഞടിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ. ജനങ്ങൾ ഇന്ന ഭക്ഷണം കഴിക്കണമെന്ന് പറയാൻ കേന്ദ്രത്തിന് എന്ത് അവകാശമെന്ന് പിണറായി. ഉത്തരവ് ആശങ്കാജനകമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തിരുവനന്തപുരത്ത് സർക്കാരിന്റെ 1ാം വാർഷികത്തോടനുബന്ധിച്ച് LDF സംഘടിപ്പിച്ച പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സർക്കാരിന്റെ 1ാം വാർഷികത്തോടനുബന്ധിച്ച് LDF തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച വമ്പൻ പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്യവെയാണ് കേന്ദ്ര സർക്കാരിന്റെ പുതിയ ഉത്തരവിനെ മുഖ്യമന്ത്രി രൂക്ഷമായി വിമർശിച്ചത്. ഇവിടെ ഭക്ഷണ രീതികൾ പലതരത്തിലാണ്. നിങ്ങൾ ഇന്ന ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്ന് ഒരു സർക്കാർ പറയേണ്ട ആവശ്യം എന്താണ്? ഇപ്പോൾ രാജ്യത്തിൻ്റെ ഇതേവരെയുള്ള കാലമെടുത്താൽ വിവിധങ്ങളായ ഭക്ഷണം കഴിച്ചാണ് ശീലിച്ചിട്ടുള്ളത്. അത് മുഴുവൻ ഒറ്റയടിക്ക് ഇല്ലാതാക്കുകയാണ്. അപ്പോൾ തങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതടിച്ചേൽപ്പിക്കും. ഇത് ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ പറ്റുന്നതല്ല. നിയമത്തിന്റെ കരങ്ങൾ തെറ്റ് ചെയ്തവർക്കെതിരെ ബലിഷ്ഠമായി തന്നെ നീങ്ങും. പ്രതികരിക്കാൻ ശേഷിയുള്ള സ്ത്രീകൾ വളർന്നു വരുന്നു എന്നത് എല്ലാവരും മനസ്സിലാക്കണം. ഇവിടെ UDF 2011-16 കാലത്ത് ചെയ്യാതിരുന്ന കാര്യങ്ങൾ ജനങ്ങളോട് പ്രതിബദ്ധതയുള്ളൊരു മുന്നണി ചെയ്യുമ്പോൾ അതിൽ വിഷമിച്ചിട്ട് കാര്യമില്ല. അതിനെ തടയാൻ 2 വഴിയിലൂടെയാണെങ്കിലും നിങ്ങൾ BJP, കോൺഗ്രസും UDF-ഉം ഒരുമിച്ച് എത്തിച്ചേർന്നത് സെക്രട്ടേറിയറ്റ് പഠിക്കലാണ്. ആ കാര്യത്തിൽ കല്ലും വടിയുമായി സെക്രട്ടേറിയറ്റിലേക്ക് വരാൻ നിങ്ങളെ പ്രേരിപ്പിച്ചതും ഈ ഒരു മനോഭാവമാണ് എന്നത് ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അന്തർദേശീയ മാധ്യമങ്ങൾ മുതൽ ദേശീയ മാധ്യമങ്ങൾ വരെ സർക്കാരിനെ പ്രശംസിക്കുമ്പോൾ തങ്ങളുടെ സ്ഥിതി എന്താകുമെന്ന ആശങ്ക ഇവർക്കുണ്ടെന്നും പിണറായി കൂട്ടിച്ചേർത്തു. വിഴിഞ്ഞം കരാറിൽ C&AG ചൂണ്ടിക്കാട്ടിയ വിശദാംശങ്ങൾ സർക്കാർ കൃത്യമായി പരിശോധിക്കുമെന്നും പിണറായി പറഞ്ഞു. CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ അധ്യക്ഷനായിരുന്നു. കോടിയേരി ബാലകൃഷ്ണൻ, വൈക്കം വിശ്വൻ, ഉഴവൂർ വിജയൻ, കടകംപള്ളി സുരേന്ദ്രൻ, ആനാവൂർ നാഗപ്പൻ എന്നിവർ സന്നിഹിതരായിരുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കന്നുകാലി വിൽപ്പന നിരോധിത ഉത്തരവിനെതിരെ കണ്ണൂർ പഴയ ബസ് സ്റ്റാൻഡിൽ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ബീഫ് വിതരണം ചെയ്തു. കേന്ദ്ര സർക്കാരിന്റെ ഭക്ഷണ അടിയന്തരാവസ്ഥയ്ക്കെതിരെ ശക്തമായി പ്രതിഷേധിക്കുന്നുവെന്ന് പ്രവർത്തകർ വ്യക്തമാക്കി. കന്നുകാലികളുടെ വിൽപ്പന നിയന്ത്രിച്ചും കൊല്ലുന്നത് നിരോധിച്ചുകൊണ്ടുമുള്ള കേന്ദ്ര സർക്കാർ തീരുമാനത്തിനെതിരെ കണ്ണൂരിൽ പ്രതിഷേധം ആളിക്കത്തി. കേന്ദ്ര സർക്കാരിന്റെ ഭക്ഷണ അടിയന്തരാവസ്ഥയ്ക്കെതിരെ പ്രതിഷേധിക്കാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് ഡിവൈഎഫ്ഐ നേതൃത്വത്തിൽ കണ്ണൂർ ടൗണിൽ പ്രകടനം നടത്തി. പഴയ ബസ് സ്റ്റാൻഡിൽ പാകം ചെയ്ത ബീഫും റൊട്ടിയും വിതരണം ചെയ്താണ് ഡിവൈഎഫ്ഐ പ്രതിഷേധ പൊതുയോഗം സംഘടിപ്പിച്ചത്. മതവികാരമിളക്കിവിട്ട് മതനിരപേക്ഷത തകർക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ ഗൂഢ രാഷ്ട്രീയ ലക്ഷ്യത്തിനെതിരെ ജാഗ്രത പാലിക്കണമെന്ന് ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി VK സനോജ് പറഞ്ഞു. ഈ രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ രാജ്യം മുന്നോട്ട് വെക്കുന്ന ബഹുസ്വരതയാണ്.
ആ ബഹുസ്വരതയെ തകർത്തുകൊണ്ട് ഒരു ഏകശിലാത്മകമായിട്ടുള്ള സാംസ്കാരിക അന്തരീക്ഷത്തിലേക്ക് ഈ രാജ്യത്തെ കൊണ്ടുപോകാൻ ആവശ്യമായിട്ടുള്ള വളരെ ആസൂത്രിതമായ ഒരു നീക്കമാണ് രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിൽ കന്നുകാലികളെ വിൽപ്പന നടത്തി ജീവിക്കുന്നവരെല്ലാം അംബാനിമാരല്ലെന്നും ഡിവൈഎഫ്ഐ നേതാക്കൾ ഓർമ്മിപ്പിച്ചു. വലിയ നിലയിലുള്ള ജീവിത പ്രതിസന്ധിയിലേക്കാണ്. പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് സാധാരണക്കാരായ കുടുംബങ്ങളാണ് പശുക്കളെ വളർത്തുന്നതിലൂടെ അതിന്റെ മാംസം കച്ചവടം ചെയ്യുന്നതിലൂടെ, പോത്തുകളെ വളർത്തുന്നതിലൂടെ അതിന്റെ മാംസം കച്ചവടം ചെയ്യുന്നതിലൂടെ എല്ലാം ഉപജീവനം നടത്തുന്നത്. ഈ നാട്ടിലെ ഈ രാജ്യത്തെ എല്ലാ മനുഷ്യരും സാധാരണക്കാരായ മനുഷ്യരെല്ലാം അംബാനിമാരല്ല. ഭക്ഷണം എന്ത് കഴിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് കണ്ണൂരിൽ ഡിവൈഎഫ്ഐ പ്രതിഷേധ പ്രകടനം നടത്തിയത്. കേന്ദ്ര സർക്കാരല്ല ഞങ്ങളുടെ ഭക്ഷണം തീരുമാനിക്കേണ്ടത്. കണ്ണൂരിൽ നിന്നും ക്യാമറാമാൻ ജയൻ കല്യാശ്ശേരിക്കൊപ്പം PV ജോഷില. രാജ്യവ്യാപകമായി കേന്ദ്ര സർക്കാർ ബീഫ് നിരോധിച്ചതിൽ പ്രതിഷേധിച്ച് ഇടുക്കി ജില്ലയിൽ വിവിധ കേന്ദ്രങ്ങളിൽ ഡിവൈഎഫ്ഐ പ്രതിഷേധം സംഘടിപ്പിച്ചു. റംസാൻ കാലത്ത് ജനങ്ങളെ ഭിന്നിപ്പിക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ നീക്കമെന്ന് ഡിവൈഎഫ്ഐ ആരോപിച്ചു. തൊടുപുഴയിൽ പ്രതിഷേധത്തിന്റെ ഭാഗമായി ബീഫ് പാകം ചെയ്ത് പ്രവർത്തകർ ജനങ്ങൾക്ക് നൽകി. കന്നുകാലി കടത്തും അറവും നിരോധിച്ചുള്ള കേന്ദ്ര സർക്കാർ ഉത്തരവിനെതിരെ യോജിക്കാവുന്ന പാർട്ടികളെ കൂടെ നിർത്തി പാർലമെന്റിനകത്തും പുറത്തും പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് മുസ്ലിം ലീഗ്. സംസ്ഥാന സർക്കാർ ഇതിന് വഴങ്ങിക്കൊടുക്കരുതെന്നും നിയമനിർമ്മാണം ഉൾപ്പെടെയുള്ളവ ആലോചിക്കണമെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി KPA മജീദ് പറഞ്ഞു. ഇപ്പോൾ റമദാൻ മാസം കൂടി വരികയാണ്. സ്വാഭാവികമായി ആളുകൾ കൂടുതൽ മാംസാഹാരത്തെ കാത്തിരിക്കുന്ന ആളുകളാണ്. കാരണം കൂടുതൽ മായം ചേർക്കാത്ത പെട്ടെന്ന് ഇന്ന് കമ്പോളത്തിൽ ലഭ്യമാവുന്നതാണ് മാംസാഹാരം. അതുകൊണ്ട് അതിനെപ്പോലും കൈവെക്കുന്ന ഒരു സന്ദർഭമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അതിൻ്റെ ശക്തമായ നിലപാടുമായിട്ട് മുസ്ലിം ലീഗ് പാർട്ടി യോജിക്കാവുന്ന എല്ലാ പാർട്ടിയും യോജിപ്പിച്ചുകൊണ്ട് ഒന്നിച്ചു നിന്നുകൊണ്ട് ഇതിൻ്റെ ശക്തമായ നിലപാട് സ്വീകരിക്കും. കേരള ഗവൺമെൻറ് ഇക്കാര്യത്തിൽ തുറന്ന ഒരു നിലപാട് സ്വീകരിക്കണം. കേന്ദ്ര ഗവൺമെൻറ് നിലപാടുമായി ഒരിക്കലും ഇടതുപക്ഷ ഗവൺമെൻറ് യോജിച്ചു നിൽക്കാൻ പാടില്ല എന്നുള്ള അഭിപ്രായം കൂടി ഞങ്ങൾ രേഖപ്പെടുത്തുന്നു. ബീഫ് നിരോധന നടപടിക്കെതിരെ സിനിമാ ലോകത്തു നിന്നും ഒരു വ്യത്യസ്ത പ്രതിഷേധം. കേന്ദ്ര സർക്കാർ നിലപാടുകളെ പരിഹസിച്ച് ഗോദ സിനിമയുടെ ടീം ഷെയർ ചെയ്ത വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നു. പൊറോട്ടയും ബീഫും തമ്മിലുള്ള കോമ്പിനേഷനെ കുറിച്ച് നടൻ ടോവിനോ പറയുന്ന സിനിമയിലെ ഒരു രംഗമാണ് വൈറലായിരിക്കുന്നത്. ടോവിനോയും അജു വർഗീസും ഈ വീഡിയോ ഷെയറും ചെയ്തിട്ടുണ്ട്. വ്രതശുദ്ധിയുടെ നിറവിൽ വിശ്വാസികൾ. മാസപ്പിറവി കണ്ടതോടെ ഇന്ന് റമസാൻ 1. മനസ്സും ശരീരവും ശുദ്ധീകരിക്കാനായി വ്രതാനുഷ്ഠാനത്തിന്റെ നാളുകൾക്ക് വിശ്വാസികളും പള്ളികളും ഒരുങ്ങിക്കഴിഞ്ഞു. പകൽ അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ചും രാത്രി പ്രാർത്ഥനയിലും നമസ്കാരത്തിലും മുഴുകിയും വിശ്വാസികൾക്കിനി ആത്മീയാന്വേഷണത്തിന്റെ ദിനങ്ങളാണ്. നോമ്പുതുറയും സൽക്കാരവുമായി കുടുംബ ബന്ധങ്ങളിലും സൗഹൃദ കൂട്ടായ്മകളിലും പുണ്യം നിറയുന്ന ദിനങ്ങൾ. വിശുദ്ധ ഖുർആൻ പാരായണത്തിനും വിശ്വാസികൾ കൂടുതൽ സമയം കണ്ടെത്തും. റംസാന വരവേറ്റ പള്ളികളും സജീവമായി കഴിഞ്ഞു. പഠന ക്യാമ്പുകൾ, ആത്മീയ വിജ്ഞാനവേദികൾ, കൂട്ടപ്രാർത്ഥനാ സദസ്സുകൾ, ഖുർആൻ പഠന ക്ലാസുകൾ, ആയിരങ്ങൾ പങ്കെടുക്കുന്ന ഇഫ്താറുകൾ തുടങ്ങിയവ പള്ളികളിൽ സംഘടിപ്പിക്കും. ഗ്രാമങ്ങളിലും നഗരങ്ങളിലുമെല്ലാം റംസാൻ വിപണികളും ഉണർന്നു കഴിഞ്ഞു. ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെയും ഇഫ്താർ സംഗമങ്ങളുടെയും തിരക്കിലാണ് സംഘടനകളും സൗഹൃദ കൂട്ടായ്മകളും. സംസ്ഥാനത്തെ പള്ളികളിൽ ഹരിത മാർഗരേഖ ഉറപ്പുവരുത്തിയാണ് ഇഫ്താർ നടത്തുക എന്നത് ഇത്തവണത്തെ പ്രത്യേകതയാണ്. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. സംസ്ഥാനത്ത് ഇന്നു മുതൽ റംസാൻ വ്രതം ആരംഭിക്കും. കോഴിക്കോട് കാപ്പാട് മാസപ്പിറവി കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. ഇതേ തുടർന്ന് സംസ്ഥാനമെമ്പാടും ഒരുമിച്ച് വ്രതം ആരംഭിക്കാൻ പാളയം ജുമാ മസ്ജിദിൽ ചേർന്ന ഇമാമുമാരുടെ യോഗം തീരുമാനിക്കുകയായിരുന്നു. പാളയം ഇമാം VP സുഹൈബ് മൗലവിയാണ് ഇക്കാര്യം അറിയിച്ചത്. അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ ഇന്ന് കാപ്പാട് റംസാൻ മാസപ്പിറ ദർശിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നാളെ റംസാൻ 1 ഔദ്യോഗികമായി പാളയം ഇമാം എന്ന നിലയിൽ ഞാനും ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സെക്രട്ടറി തൊടിയൂർ മുഹമ്മദ് കുഞ്ഞു മൗലവിയുടെ സംയുക്ത പ്രസ്താവന എന്ന നിലയിലും നിങ്ങളെ അറിയിക്കുകയാണ്. കേരളത്തിലെ വിവിധ പുവർ ഹോമിലെ കുട്ടികൾക്ക് UAE സർക്കാരിന്റെ റംസാൻ സമ്മാനം. UAEയും കേരളവും തമ്മിലുള്ള ദൃഢവും ഊഷ്മളവുമായ ബന്ധത്തിന്റെ ഭാഗമായാണ് പുവർ ഹോമിലെ കുട്ടികൾക്കായി 18 ടൺ ഈന്തപ്പഴം UAE പ്രസിഡന്റ് സമ്മാനമായി സംസ്ഥാനത്തെത്തിച്ചത്. സമ്മാന വിതരണത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു.
UAEയും കേരളവുമായുള്ള ദൃഢമായ ബന്ധത്തിന്റെ ഭാഗമായാണ് UAE പ്രസിഡന്റ് കേരളത്തിലെ പൂർ ഹോമിലെ കുട്ടികൾക്കായി വിശുദ്ധ റമദാൻ മാസത്തിൽ സമ്മാനം എത്തിച്ചത്. ഫസ്റ്റ് ക്വാളിറ്റിയിലുള്ള 18 ടൺ ഈത്തപ്പഴമാണ് കുട്ടികൾക്ക് നൽകുന്നതിനായി UAE സർക്കാർ പ്രത്യേക താൽപ്പര്യത്തോടെ കൊണ്ടുവന്നിരിക്കുന്നത്. സംസ്ഥാനത്തെ വിവിധ പൂർ ഹോമുകളിൽ നിന്നും തെരഞ്ഞെടുത്ത 12 കുട്ടികൾക്ക് ഈത്തപ്പഴം കൈമാറി. കേരളത്തിലെ UAE കോൺസുലേറ്റ് ജമാൽ ഹുസൈൻ അൽസാബിയും മുഖ്യമന്ത്രിയും ചേർന്നാണ് സമ്മാനം നൽകിയത്. ഈത്തപ്പഴം ആർക്കും ഇഷ്ടപ്പെടുന്ന മധുരമുള്ള ഒന്നാണ്. അതോടൊപ്പം തന്നെ വലിയ തോതിൽ പോഷകാഹാരമുള്ള ഒന്നുമാണ്. അപ്പോൾ രണ്ട് ജനതയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഊഷ്മളത പ്രകടിപ്പിക്കാൻ പറ്റിയ ഒന്ന് തന്നെയാണ്. UAEയിലെ പ്രതിനിധികളും ചീഫ് സെക്രട്ടറി, സാമൂഹ്യക്ഷേമ വകുപ്പ് സെക്രട്ടറി എന്നിവരും ചടങ്ങിൽ സംബന്ധിച്ചു. ഈത്തപ്പഴം വരും ദിവസങ്ങളിലായി സംസ്ഥാനത്തെ എല്ലാ അനാഥാലയങ്ങളിലെയും കുട്ടികൾക്കായി എത്തിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. UAE കോൺസുലേറ്റ് തലസ്ഥാനത്ത് വന്ന ശേഷം ഇതാദ്യമായാണ് ഇത്തരത്തിലൊരു ചടങ്ങ് UAE സർക്കാർ സംഘടിപ്പിക്കുന്നത്. സുനിൽ അരുമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കാലിക്കടത്തും അറവും നിരോധിച്ചുള്ള കേന്ദ്ര സർക്കാർ ഉത്തരവിൽ റംസാൻ വിപണിയും ആശങ്കയിൽ. ഇറച്ചി വിപണി പ്രതിസന്ധിയിലായതോടെ കോഴിയിറച്ചിക്കും കുത്തനെ വില കൂടി. ഇഫ്താർ പാർട്ടികളിൽ നിന്ന് മാംസാഹാരം മാറ്റി നിർത്തേണ്ട അവസ്ഥയിലാണ് സാധാരണക്കാർ. ഇഫ്താർ പാർട്ടികളിൽ നിന്ന് ഒഴിച്ചുകൂടാനാവാത്തതാണ് മലബാറിലുള്ളവർക്കെങ്കിലും ഇറച്ചിയും ഇറച്ചി ഉപയോഗിച്ചുള്ള വിഭവങ്ങളും. കേന്ദ്ര സർക്കാരിന്റെ പുതിയ ഉത്തരവ് നോമ്പുതുറ സൽക്കാരങ്ങളുടെ നിറം കെടുത്തുമെന്ന് ഉറപ്പായി. കോഴിയിറച്ചി വില ഇതിനകം 200 മുതൽ 220 രൂപ വരെ എത്തിക്കഴിഞ്ഞു. ഇറക്കുമതി പൂർണ്ണമായി നിലക്കുന്നതോടെ കിലോക്ക് 220 മുതൽ 260 രൂപ വരെ ലഭ്യമാവുന്ന ബീഫ് വില കുത്തനെ കൂട്ടാനൊരുങ്ങുകയാണ് വ്യാപാരികൾ. റംസാന് തൊട്ടുമുമ്പായുള്ള കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവ് ന്യൂനപക്ഷ വിഭാഗങ്ങളെയും ഭക്ഷണ സ്വാതന്ത്ര്യത്തിൽ വിശ്വസിക്കുന്നവരെയും ഭയപ്പെടുത്താനാണെന്ന് കണക്കുകൂട്ടുന്നവരുണ്ട്. ഇവിടെ അവരെന്താണോ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് ജനാധിപത്യ വിരുദ്ധമാണെങ്കിൽ പോലും അത് നടപ്പാക്കാനുള്ള ശ്രമങ്ങളാണ്. നമ്മൾ എന്ത് ഭക്ഷിക്കണം എന്ന് ഭരണകൂടം തീരുമാനിക്കുന്ന, എന്നാൽ അവകാശങ്ങളൊക്കെ നിഷേധിച്ചുകൊണ്ടുള്ള ഒരു സമീപനമാണ് ഇപ്പോൾ സർക്കാർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. രാജ്യത്തിലുള്ള ജനതയെ ഭയപ്പാടിൻ്റെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ഈ ഇന്ത്യയിലെ അധികാരം വാഴുന്ന ഹിന്ദുത്വ ശക്തികൾ രാജ്യത്തിലെ അവർണ ജനവിഭാഗങ്ങൾക്ക് മുമ്പിൽ അധികാരം സ്ഥാപിക്കുന്നതിനുള്ള മുന്നൊരുക്കങ്ങളാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മൾ വിലയിരുത്തുന്നത്. ഇറച്ചി വിപണി പ്രതിസന്ധിയിലായതോടെ നോമ്പുതുറകളിൽ നിന്ന് മാംസാഹാരം മാറ്റി നിർത്തേണ്ട അവസ്ഥയിലാണ് സാധാരണക്കാർ. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. പോലീസ് സ്റ്റേഷനുകൾക്ക് ഒരേ പെയിന്റ് അടിക്കാൻ ലോക്നാഥ് ബെഹ്റ നൽകിയ ഉത്തരവ് ചോദ്യം ചെയ്തുള്ള ഹർജി ഇന്ന് തിരുവനന്തപുരം വിജിലൻസ് കോടതി പരിഗണിക്കും. വിജിലൻസിനോട് റിപ്പോർട്ട് ഹാജരാക്കാൻ കഴിഞ്ഞ തവണ കോടതി ആവശ്യപ്പെട്ടിരുന്നു. ജിഷ്ണു പ്രണോയ് കേസിൽ സ്വന്തം നിലപാട് വിശദീകരിക്കാൻ സർക്കാർ പത്രപരസ്യം നൽകിയെന്നാരോപിച്ചുള്ള ഹർജിയും കോടതി ഇന്ന് പരിഗണിക്കുന്നുണ്ട്. ശ്രീലേഖ ട്രാൻസ്പോർട്ട് കമ്മീഷണറായിരിക്കെ അഴിമതി നടത്തിയെന്ന കേസും വിജിലൻസ് കോടതി പരിഗണിക്കുന്നുണ്ട്. കോടികൾ ചെലവിട്ട് നിർമ്മിച്ച കുടിവെള്ള പദ്ധതി ആർക്കും പ്രയോജനമില്ലാതെ നശിക്കുന്നു. ഇടുക്കി വെള്ളത്തൂവൽ, കൊന്നത്തടി പഞ്ചായത്തുകളിലെ ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് ദാഹമകറ്റാനാണ് പദ്ധതി രൂപീകരിച്ചത്. മലയോര മേഖല കടുത്ത കുടിവെള്ളക്ഷാമം നേരിടുന്ന ഘട്ടത്തിലാണ് കോടികൾ മുടക്കിയ കുടിവെള്ള പദ്ധതി ആർക്കും പ്രയോജനമില്ലാതെ നശിക്കുന്നത്. ഇടുക്കി വെള്ളത്തൂവൽ, കൊന്നത്തടി പഞ്ചായത്തുകളിലെ ആയിരക്കണക്കിന് കുടുംബങ്ങളുടെ ദാഹമകറ്റാൻ കഴിയുന്ന പദ്ധതിയാണ് കോടികൾ ചിലവാക്കിയിട്ടും ഫലപ്രാപ്തിയിലെത്താതെ നോക്കുകുത്തിയായിരിക്കുന്നത്. മുതിരപ്പുഴ ആറിൽ നിന്നും വെള്ളമെത്തിക്കാൻ 15ഓളം ടാങ്കുകളും പമ്പ് ഹൌസും നിർമ്മിച്ചിട്ടുണ്ട്. 2000-ൽ ആരംഭിച്ച പദ്ധതി 17 വർഷം പിന്നിടുമ്പോഴും യാഥാർത്ഥ്യമായില്ല എന്നതാണ് വസ്തുത. കോടികൾ മുടക്കി 1.5 ഏക്കറോളം സ്ഥലത്ത് ശുദ്ധീകരണ പ്ലാന്റ് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും പ്രവർത്തന സജ്ജമല്ല. കുടിവെള്ളത്തിനായി ജനങ്ങൾ നെട്ടോട്ടമോടുമ്പോഴാണ് കോടികൾ മുടക്കിയ പദ്ധതി മലയോരത്ത് ആർക്കും പ്രയോജനമില്ലാതെ നശിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. കാരുണ്യ ബംഗളൂരു ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ നിർധന വിദ്യാർത്ഥികൾക്ക് സാമ്പത്തിക സഹായം നൽകുന്ന പരിപാടിയുടെ ഉദ്ഘാടനം സുപ്രീംകോടതി മുൻ ജഡ്ജി ഗോപാലഗൌ നിർവഹിച്ചു. നീതിന്യായ വ്യവസ്ഥ കോർപ്പറേറ്റ് താൽപര്യങ്ങൾക്ക് കീഴടങ്ങുകയും വിദ്യാഭ്യാസ രംഗം പരിപൂർണമായി സ്വകാര്യ മേഖലയ്ക്ക് അടിയറ വയ്ക്കുകയും ചെയ്യുന്നതിനാലാണ് ജീവകാരുണ്യ പ്രവർത്തനം അനിവാര്യമാകുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രശസ്ത എഴുത്തുകാരൻ ഡോക്ടർ മരുള സിദ്ധപ്പ മുഖ്യാതിഥിയായിരുന്നു. ചെയർമാൻ എ ഗോപിനാഥ് അധ്യക്ഷത വഹിച്ചു. അംഗീകാരമില്ലാത്ത കോഴ്സുകളിലൂടെ കോളേജ് മാനേജ്മെന്റ് കബളിപ്പിച്ചതായി ആരോപിച്ച വിദ്യാർത്ഥികൾ കാരന്തൂർ മർക്കസിലേക്ക് നടത്തിയ മാർച്ച് അക്രമാസക്തമായി. സംഘർഷത്തെ തുടർന്ന് പോലീസ് വിദ്യാർത്ഥികൾക്ക് നേരെ ലാത്തി വീശി. 30ഓളം വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. മർക്കസിന് നേരെ കല്ലേറുണ്ടായതോടെയാണ് പോലീസ് ലാത്തി വീശിയത്. അതേസമയം വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്ന് പ്രകോപനമൊന്നും ഉണ്ടായില്ല എന്ന് വിദ്യാർത്ഥി നേതാക്കൾ പറഞ്ഞു.